നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മിൽ പലർക്കുമുള്ള പ്രശ്നമായിരിക്കും നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്നത്. നിസ്കാരത്തിലെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റു ചിന്തകൾ കടന്നുകൂടുന്നത്. ഇതിനെന്താണ് നാം ചെയ്യുക? നിസ്കാരത്തിൽ ആത്മാർത്ഥത കിട്ടാൻ, മറ്റു ചിന്തകൾ കടന്നു വരാതെ നല്ല രീതിയിൽ നിസ്കരിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നാം വിശദമായി പറയാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട ബാധ്യതയാണ്. അതിനൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. കാരണം കൂടാതെ നിസ്കാരം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിന്റെ ശിക്ഷ നാം ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നഷ്ടപ്പെട്ട് കളഞ്ഞ നിസ്കാരങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഖളാ വീട്ടേണ്ടതാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ഉണ്ട്, എത്രയെന്ന് നിജമില്ല, എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലുണ്ട്, അതെടുത്ത് കാണുക. അപ്പോ നിസ്കാരം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലുള്ള നിർബന്ധിത ബാധ്യതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും നിസ്കാരത്തെ പൊളിച്ചു കളഞ്ഞാൽ അവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞവനെ പോലെയാണെന്ന്. നിസ്കാരം ദീനിന്റെ തൂണാണ്. ആ നിസ്കാരത്തെ ഒഴിവാക്കിയവൻ ആ ദീനിന്റെ തൂണിനെ പൊളിച്ചു കളഞ്ഞവനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ വളരെ ഗൗരവം നാം കാണിക്കേണ്ടതുണ്ട്. വലിയ മഹത്വമുള്ളതാണ് നിസ്കാരം. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടെ കൃത്യമായിട്ട് അവ്വൽ വക്തിൽ തന്നെ നിസ്കാരം നിലനിർത്തൽ നമ്മുടെ ബാധ്യതയാണ്. നിസ്കാരം ഇങ്ങനെ അലസമായിക്കൊണ്ട് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്തിപ്പിക്കാൻ പാടില്ല. നിസ്കാരത്തെ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് അതിനെ അവ്വൽ വക്തിൽ തന്നെ നിസ്കരിക്കണം. അതിനാണ് ഏറ്റവും പുണ്യമുള്ളത്. നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതിനാ കൃത്യസമയത്ത് ബാങ്ക് കൊടുത്തിട്ടുള്ള ആ കൃത്യസമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കണം. വെറുതെ നിസ്കാരത്തെ ഇങ്ങനെ പിന്നീട് മാറ്റിവെച്ചാൽ അത് ആ നിസ്കാരത്തിന്റെ ആ പവിത്രത, അതിന് കിട്ടുന്ന പരിപൂർണമായ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ വീട്ടിലുള്ളവരെയും ഒക്കെ എന്ത് ചെയ്യണം? നിസ്കാരത്തിന് വേണ്ടി പ്രേരിപ്പിക്കണം. അവരെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പറഞ്ഞയക്കണം. മക്കളെയൊക്കെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഉമ്മമാരുടെ, സഹോദരിമാരുടെയൊക്കെ ബാധ്യതയും ഉപ്പമാരുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. മക്കളെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കൽ. അപ്പോ നിസ്കാരത്തിൽ ആത്മാർത്ഥതയുണ്ടാകാൻ, മറ്റു അശ്രദ്ധകൾ നിസ്കാരത്തിലേക്ക് കടന്നു വരാതിരിക്കാം നാം ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ആദ്യം പരിപൂർണമായ ഉളു എടുക്കുക എന്നതാണ്. നമ്മൾ ഉളു എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? പൂർണ്ണമായ ഉളു എടുക്കണം. ഉളുവിന്റെ എല്ലാ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഉളു എടുക്കുക. എന്നിട്ട് ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. സമയദൈർഘ്യം കൊണ്ട് അത് പറയുന്നില്ല. സ്ക്രീനിൽ ആ ദുആ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അത് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. എല്ലാവർക്കും അറിയുന്ന ദുആയാണ്. അപ്പോ ആ ഉളുവിന് ശേഷം കൃത്യമായിട്ട് ആ ദുആ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിസ്കാരത്തിലേക്ക് നമ്മൾ ഫർദ് നിസ്കാരത്തിലേക്ക് കടക്കും മുമ്പ് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിലനിർത്തുക. ആ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കുക. അത് നിസ്കാരത്തിൽ അശ്രദ്ധ ഉണ്ടാവാതിരിക്കാൻ, നിസ്കാരത്തിൽ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കാനുള്ള ഒരു മാർഗമാണ്. ഒന്നാമതായിട്ട് നിസ്കാരത്തിന് മുമ്പുള്ള എന്ത് ചെയ്യുക? സുന്നത്ത് നിസ്കാരത്തെ നിലനിർത്തുക. രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ബാങ്കും ഇക്കാമത്തും. പുരുഷന്മാരാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും എന്ത് ചെയ്യുക? അത് സുന്നത്താണ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ബാങ്കും ഇക്കാമത്തും എന്ത് ചെയ്യുക? അത് വിളിക്കുക, ബാങ്ക് വിളിക്കുക, ഇക്കാമത്ത് വിളിക്കുക, എന്നിട്ട് വേണം നിസ്കരിക്കാൻ. സ്ത്രീകളാണെങ്കിൽ ബാങ്ക് എന്ത് ഇല്ല, അവർക്ക് സുന്നത്തില്ല, ഇക്കാമത്ത് എന്തുണ്ട്? സുന്നത്തുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഇക്കാമത്ത് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാം? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഹ്സാൻ ഉണ്ടാവുക എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നബിയെ? ആ സമയത്ത് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. നീ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടെ.
അൻ തഅബ്ദുല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, കഅന്നക തറാഹു, അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഫഇല്ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാഖ്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എന്തു വേണം, അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ അള്ളാഹു നമ്മുടെ നിസ്കാരം വീക്ഷിക്കുന്നുണ്ട്. നമ്മെ പടച്ചവൻ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ജഗന്നിയന്താവായ റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ നിസ്കാരം അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ചിന്ത ഹൃദയത്തിലുണ്ടായാൽ നമുക്ക് ആ നിസ്കാരത്തിൽ ആത്മാർത്ഥത ഉണ്ടാകും. അത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്തയോടുകൂടെ നിസ്കരിക്കുക. അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ആത്മാർത്ഥമായ ചിന്ത ഹൃദയത്തിലുണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യും, നിസ്കാരത്തിൽ മറ്റു അശ്രദ്ധകൾ വരികയില്ല, മറ്റു ചിന്തകൾ മനസ്സിലേക്ക് വരികയില്ല. ഈ ഒരു ചിന്ത മനസ്സിൽ നിറച്ചു വെക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മെ ഇത്ര സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്കെല്ലാം നൽകിയ റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. ഏത് സമയത്തും അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിലാണ്. എത്ര വലിയ അടച്ചുപൂട്ടിയ റൂമിന്റെ അകത്തളത്താണെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. ഏത് അടച്ചുപൂട്ടിയ റൂമിന്റെ അകത്തളത്ത് നിന്നുകൊണ്ട് തെറ്റുകൾ നാം ചെയ്യുമ്പോഴും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക എന്നതാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മുടെ നോട്ടം പോകാൻ പാടില്ല. അത് നമ്മുടെ ചിന്തയെ തെറ്റിക്കാനും മറ്റു ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനൊക്കെ ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് കൃത്യമായിട്ട് നോക്കുക, മറ്റു സ്ഥാനങ്ങളിലേക്ക് നോക്കാതിരിക്കുക. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ചെല്ലുന്ന ദിക്റുകൾ, ഖുർആനുകൾ, ഫാത്തിഹ അതുപോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ചിലർക്കൊക്കെ അർത്ഥം അറിയുന്നുണ്ടാകും, ചിലപ്പോ മൊത്തമായിട്ടുള്ള അർത്ഥം, അതിലെന്താണ് പറയുന്നതെന്ന ആശയം അറിയുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ അർത്ഥവും ആശയമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമുക്കതിലൊരു ആത്മാർത്ഥത ലഭിക്കാൻ കാരണമാകും. പിന്നെ അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്താണ് നിസ്കാരം. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമുക്കെല്ലാം നൽകിയ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് എന്താകും, നിസ്കാരത്തിൽ ആത്മാർത്ഥത വരും, മറ്റു ചിന്തകൾ കടന്നു കൂടുകയില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് പരിപൂർണമായി നിസ്കരിക്കാൻ, ഒരു തെറ്റുകളും കൂടാതെ, ഒരു തെറ്റുകുറ്റങ്ങളും കൂടാതെ അള്ളാഹു സ്വീകരിക്കുന്ന പരിപൂർണമായ നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.